പഠനത്തിന്റെ ആ ഒരു സമയത്തായിരിക്കും കൂടുതൽ അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഈ അഭിനയത്തിൽ നിന്ന് തക്കതായ ഒരു പ്രതിഫലവും കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേട്ടനെ? അത് എന്താ അറിയോ, ഒരു ഉദാഹരണം പറയാം. ഇനി വേണമെങ്കിൽ ഞാൻ പേരും പറയും. ഇപ്പോഴും ഉണ്ട് ഫൈറ്റ് മാസ്റ്ററായിട്ട് അഷ്റഫ് ഗുരുക്കൾ. ഇപ്പോൾ ന്യൂജൻ ഫിലിമൊക്കെ ഫൈറ്റ് മാസ്റ്ററാണ്. പണ്ട് അദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അവരൊക്കെ അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ, എക്സിക്യൂട്ടീവ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷണത്തിൽ വന്ന കറക്റ്റ് ചിട്ടവട്ടങ്ങളൊക്കെയാണ്, ടൈം ടു ടൈമാണ്. ഇപ്പോൾ ഉള്ളവരെ പോലൊന്നും അല്ല, മനസ്സിലായില്ല. അപ്പോൾ 6 മണിക്ക് ആർട്ടിസ്റ്റ് കവിരാജ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി 4 മണിക്ക് എഴുന്നേറ്റ് 5:30 എൻ്റെ മുറിയുടെ വാതിൽപ്പം തട്ടി എന്നെ കുളിപ്പിച്ച് വണ്ടി കയറ്റി ഡയറക്ടർ പറയുന്ന സ്പോട്ടിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് അവരിലേക്കേ ഉള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ്. അദ്ദേഹം കല്യാണരാമനിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന സമയമാണ്. അപ്പോൾ ഞാൻ ശങ്കർ വാളത്തുങ്കലിൻ്റെ സാറിൻ്റെ സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ എൻ്റർ ആയി വരുന്നേ ഉള്ളൂ. സീരിയലിൽ അന്ന് കുറെ കൂടെ പുള്ളി കുറച്ചുകൂടെ സ്ലോയിൽ വിശദമായിട്ട് എടുക്കുന്ന ആളും കൂടിയാണ്. ഇന്നത്തെ അത്ര ഫാസ്റ്റ് ആയിട്ടില്ല, പെർഫെക്ഷൻ കൂടുതലാണ് അന്ന് നോക്കുന്നത്. അപ്പോൾ രാത്രി 11 മണിക്ക് വണ്ടി, 10:45 ഷൂട്ട് തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡ് നാളെ പോകേണ്ടതാണ്. കാസറ്റ് വാങ്ങിയ ഒരാൾ റിലേ പോലെ നിൽക്കുക. സിനിമയെ പോലെ അല്ലല്ലോ സീരിയല്. ഇദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അഷ്റഫ് ഗുരു ആരാന്ന് അറിയില്ല, ഫോണിൽ കൂടെയാണ് ഞാൻ ഇന്ന മാനേജറാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു, വെച്ചു. ആ സമയത്ത് യദുകൃഷ്ണൻ, ശരത് എന്നൊക്കെ ഞങ്ങളുടെ ആ ഒരു ഏജിലുള്ളവരെയൊക്കെ ആ കഥ കേൾക്കുന്ന മൂവ്മെൻറ്റിലേക്ക് ക്ഷണിച്ചു. അവർക്കൊക്കെ ബിസി ആയിരുന്നു, ഒന്ന് ആയിരിക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം വിളിച്ചില്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ചു. ഷാഫി സാർ മരണപ്പെട്ടു പോയല്ലോ, ഷാഫി സാറായിരുന്നു ഡയറക്ടർ. ഷാഫി സാർ പറഞ്ഞു അവനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോഴത്തേക്ക് അഷ്റഫ് ഗുരുക്കൾ സാറിൻ്റെ അസിസ്റ്റൻ്റാണ് വിളിക്കുന്നത്. അത് അഷ്റഫ് ഗുരുക്കൾ സാർ അറിഞ്ഞു ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അഷ്റഫ് വിളിക്കാന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഫ്രീ ആയി, എന്നെ 11 മണിക്ക് വിടാമെന്ന് ഡയറക്ടർ പറഞ്ഞു. അങ്ങനെ 10:45 ഷോട്ട് കട്ട് ചെയ്തിട്ട് എന്നെയും കൊണ്ട് ഓടി ആ മറ്റേ ട്രാവലർ ഉണ്ടല്ലോ, മറ്റേ ട്രാവലർ അല്ല മറ്റേ AC ബസ് നിൽക്കുന്നിടത്ത് പറത്തി വിട്ട്. നമുക്ക് സമാധാനമേ ഇല്ല. എന്നാൽ വലിയ ബിസി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. വെള്ളം കുടിക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റില്ല. കയറി വെളുപ്പിനെ പരപരാ എടുത്ത് ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓൾ ആർട്ടിസ്റ്റ്, ഓൾ ക്രൂ അവിടെ ഉണ്ട്. ഞാൻ ചെന്ന് ഇറങ്ങുന്നു, ഓടി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് കൈകാലും പോകാൻ മാത്രം ഇട്ട ടീഷർട്ടൊക്കെ തന്നെ ഇട്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷാഫ് സാറ് അതിന് മുമ്പ് തെങ്കാശോടം ചെയ്തിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ നിനക്ക് ആദ്യം വിളിച്ചപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഒരക്ഷരം മാറുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുമല്ലോ. പ്രത്യേകിച്ച് ഇവർ ഇടുങ്ങി ചിന്തിക്കുന്നവരാണ് കൂടുതലും ഇതിനകത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇതിനകത്തും ഇവരുടെ പുറത്തുള്ള കുറച്ച് വലയങ്ങളുടെയും മാത്രം വലയം ജൈവിളിയും സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ലോകത്ത്. അവർക്ക് പുറത്തിറങ്ങി നമ്മളെപ്പോലെ നടന്നുള്ള ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരാൻ പറ്റത്തില്ല ഒന്ന് സാറിന് പറഞ്ഞിരുന്നു പറഞ്ഞത്, അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമല്ലോ. എന്നെ പൗഡർ ഇടേണ്ട കാര്യം അഷ്റഫ് ഗുരുക്കൾ സാറിനില്ല. അപ്പോൾ കേട്ട മാത്രമല്ല എടാ ഇപ്പം 2 തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് ഒന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ജാടയായെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേക്കാ, ഞാനത് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അഭിനയിച്ചു 2 ദിവസം. അപ്പോൾ 2 ദിവസം അഭിനയിക്കുമ്പോൾ അന്ന് ഒരു ദിവസം ഒരു എന്നെ പോലെ ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്ന ഒരാൾക്ക് 10,000 രൂപ തരും. അത് ലാൽ സാർ തന്നിട്ടുണ്ട്, വേറെ ഒരു മനുഷ്യൻ തന്നിട്ടില്ല. തെങ്കാശി പടത്തിൽ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാസം എൻ്റെ പ്രാരാബ്ദം വെച്ച് നോക്കുമ്പോൾ മാസം ഒരു പടം ഇതുപോലെ കിട്ടിയാൽ പോലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കുടുംബം കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചു പോയി. കാരണം എല്ലാവരും 500 രൂപ കൂടി തന്നിട്ടില്ല, അല്ലെങ്കിൽ 2000 രൂപ അതിൽ കൂടി തന്നിട്ടില്ല. ഒരു മാസം മീശമാല 1.5 മാസം വർക്ക് ചെയ്തിട്ട് പൊള്ളാച്ചി കടന്ന് പൊരിഞ്ഞ വെയിലത്ത് കിടന്ന് ആടി അദ്ദേഹം 200 രൂപ നുള്ളിപ്പറിക്ക് വണ്ടിക്ക് ഒരു പൊള്ളാച്ചി ആലപ്പുഴ വരയ്ക്ക് തന്നിട്ട് 5000 രൂപയുടെ ചെക്ക് എഴുതി തന്നു. പടം ടെക്നിക്കൽ വർക്കൊക്കെ ഇന്നത്തെ പോലെ സ്പോട്ടിലല്ല, എല്ലാം കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ചെക്ക് മാറുന്ന 5000 രൂപയുടെ. അതാണ് നമ്മുടെ സമ്പാദ്യം വന്ന് തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹം ഈ കല്യാണരാമൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എൻ്റെ 2500 രൂപ എടുത്തു. അപ്പോൾ എനിക്കറിയാം ഒരു 20,000 രൂപയെങ്കിലും കിട്ടണം. 2500 തന്നുള്ളൂ. ചോദിക്കാം, അല്ലെങ്കിൽ പരാതി ലാൽ സാറിൻ്റെ പറയാം. കാരണം ലാൽ സാറ് തെങ്കാശി പട്ടണത്തിലേക്ക് അഭിനയിക്കുമ്പോൾ എനിക്ക് തന്നത് എനിക്കറിയാവുന്നതാണ്. ഞാനത് വാങ്ങിച്ചു. അഷ്റഫ് ഗുരുക്കളിന് ഞാൻ അവിടെ കണ്ടില്ല. ചെന്നുടനെ ഹർബറിയായിട്ട് ഷൂട്ട് പിന്നെ ഇങ്ങ് വരികയല്ലേ. അപ്പോൾ അതാരാന്ന് എനിക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചത് പറയണ്ടേ. കാരണം എൻ്റെ മുഖം കണ്ടാൽ അദ്ദേഹത്തിന് അറിയാൻ ഞാൻ 2 പടത്തിൽ കണ്ടു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഇവർ ഉൾക്കൊള്ളത്തില്ലല്ലോ. ഞാൻ അടുത്ത വണ്ടി കയറി വന്നു. അന്ന് ചോദിക്കാനുള്ള ഇതില്ല, കാരണം ചോദിച്ചാൽ അടുത്ത ആൾ വിളിക്കത്തില്ല, പ്രശ്നമാണല്ലോ. പക്ഷേ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചിപ്പി രഞ്ജിത്തേട്ടൻ്റെ
സീരിയൽ കൺട്രോളറായിട്ട് അവിടെ വന്നു. ഇവിടുത്തെ എന്തോ ഒരു ചെറിയ തട്ടുകേടിൽ അവിടെ വന്നതായിരിക്കണം, അല്ലെങ്കിൽ സീരിയലിൽ വരത്തില്ലല്ലോ. വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി 5 മണിക്ക് വരും, എന്നെ വിളിക്കും. ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ പുതിയ ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട്, ഞാൻ മാത്രം കറക്റ്റായിട്ട് ഇറങ്ങും. എന്നോട് ഭയങ്കര ഇഷ്ടം, ബഹുമാനം, അങ്ങനെ. കാരണം ഞാൻ പഞ്ചലായിട്ട് കറക്റ്റായിട്ട് പോകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കുമ്പസരിച്ചാണ്, എടാ കല്യാൺ രാമനിൽ നിന്നെ ഞാനാണ് ആദ്യം വിളിച്ചത്, അന്ന് നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ വന്ന് ഇറങ്ങി, എന്നെ മൈൻഡ് ചെയ്യാതെ നീ പോയി. അപ്പോഴത്തേക്ക് ഞാൻ നിനക്ക് 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് 2,500 കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഞാനാണത് കുറപ്പിച്ചത്. പിന്നെ അവിടെ അന്ന് പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷനിൽ പിള്ളേർ 2 പോക്കറ്റിൽ 2 കുപ്പി വെള്ളം വെച്ച് നടക്കും. ഒന്ന് പൈപ്പ് വെള്ളവും ഒന്ന് മിനറൽ വാട്ടറൊക്കെ അന്ന് അപൂർവമാണല്ലോ. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ളവർക്കൊക്കെ ഈ പൈപ്പ് വെള്ളം കൊടുക്കാവുന്ന നിർദ്ദേശമുണ്ട്. ബോട്ടിലെല്ലാം ഒന്നാ, ഇവരെല്ലാം കുടിച്ചുകൊള്ളുണ്ട് ആഴ്ച നിൽക്കുമ്പോൾ. ആർട്ടിസ്റ്റുകൾക്ക് മിനറലേ കൊടുക്കാവുന്നുണ്ട്. ഇദ്ദേഹം അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് കവിരാജിന് പൈപ്പ് വെള്ളമേ കൊടുക്കാവുന്നു, മനസ്സിലായില്ലേ? പക്ഷേ എനിക്കെന്ത് പൈപ്പ്, എനിക്കെന്ത് മിനറൽ, ഞാൻ ഇന്നും പൈപ്പ് വെള്ളം കുടിക്കുന്നത്. ഇവർ തിളപ്പിച്ചാറി കുടിക്കും, ഇന്നും ഞാൻ പൈപ്പ് വെള്ളം കുടിക്കുന്നത്. പൈപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കുടിക്കും. പക്ഷെ എനിക്കതില്ല. പക്ഷെ ഞാനറിയാതെ അവർ ആനന്ദിക്കുന്നു, എന്നെ എന്തോ പീഡിപ്പിച്ച മതി, എൻ്റെ കാശ് കുറച്ചതിലും എന്നെ പൈപ്പ് വെള്ളം കുടിപ്പിച്ചാലും അവർ സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ അതിനെ അറിഞ്ഞിട്ടും അതിന് പരാതിയില്ലാതെ സന്തോഷമായിട്ട് വരുന്നുവെങ്കിൽ അതെൻ്റെ ക്വാളിറ്റിയാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് കുമ്പസരിക്കാനുള്ളൊരു അവസരം ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതല്ല ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഇവിടെ തീരത്തില്ല. ഒരുപാട് കേമന്മാർ മുട്ടുകുത്തിയതും വന്നതും പറഞ്ഞതും ഒക്കെ ഉണ്ട്, തിരുത്തിയതും ഒക്കെ ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അത് പ്രകൃതിയല്ല നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. ഒരു കാരണം ഞാൻ എല്ലാവരുടെയും പറയും, ആരുടെയും അന്നം മുടക്കാതിരിക്കുക, ആരെയും സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് മിനിമം ചെയ്യുക. ഏറ്റവും കൊടിയ പാപം എന്ന് പറഞ്ഞാൽ, എനിക്ക് ലോകരോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൊടിയ പാപം എന്ന് പറയുന്നത് പരപീഡ, പരനിന്ദ, പരദൂഷണം, പരോപദ്രവം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിളക്കം വയ്ക്കേണ്ട, അമ്പലത്തിന് വേണ്ട സ്വാമിയാണ്ട് സന്യാസിയാകണ്ട, വേറൊരു ജീവിയെ, ഒരു ചെടി കൊടികളെ, ഒരു എറുമ്പിനെ പോലും ഉപദ്രവിക്കാനുള്ള മനസ്സില്ലാതിരുന്നാൽ, ഈ പറഞ്ഞ പോലെ ജാതി മതവും കൂടെ തലയ്ക്കകത്ത് കയറാതിരുന്നാൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ മനുഷ്യർ. അതെ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ തെങ്കാശി പട്ടണം പറഞ്ഞു, കല്യാണരാമൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഇപ്പം ഏത് വിഷു വന്നാലും നമ്മൾ ഇപ്പോഴും ആ മീശമാധവനിലെ കണി മാറ്റി കണ്ടിട്ടില്ല. എപ്പോഴും ആ ഒരു സീനിൽ നമ്മൾ ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത്ര നാളായിട്ടും ആ സീനും ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും വിഷുവിന് അത് തന്നെ റീകോൾ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ സന്തോഷം വരാറുണ്ടോ? എൻ്റെ ബാക്ക് കണ്ടിട്ട് എനിക്ക് എന്ത് സന്തോഷം തോന്നാനാ. തന്നെയല്ല, അത് അങ്ങനെ ഒരു ജനറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, മീഡിയാസും അതാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കോളൂ, നല്ലതിനെ അങ്ങോട്ട് കൊടുത്താൽ ഉൾട്ട അടിച്ചൊരു തമന്നയെ വിട്ട് ആൾക്കാരെ തുറന്നു നോക്കിക്കാൻ പ്രേരിപ്പിച്ചിട്ട് അതിനെ വക്രീകരിച്ച് എന്തെല്ലാം ഗുലുമാൽ ഉണ്ടാക്കാവോ അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ചകളും ഡിസ്കഷനും ഒക്കെ. അതാണ് ലോകത്ത്. ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങൾ അവനവൻ്റെ വീട്ടിലുണ്ട്, അവനവൻ്റെ കുടുംബത്തുണ്ട്. സ്വന്തമായിട്ട് ശുദ്ധീകരിക്കാനായിട്ട് ഒരു ജന്മം കിട്ടിയാൽ പറ്റാത്തപ്പോൾ അടുത്തവൻ്റെ പ്രശ്നം പറയാൻ നമുക്ക് ഇവിടെ നേരം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഈ ഇടുന്ന ഇൻ്റർവ്യൂവിൻ്റെ താഴെ എത്ര എണ്ണം വരുമെന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, തള്ളു അല്ലെ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? അവനവനും അവനവൻ്റെ വീട്ടിലെ ഉള്ളിയുടെ വില അറിയില്ല, ഉപ്പിൻ്റെ വില അറിയില്ല, അവനവൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ റേഷൻ കട എവിടെയെന്ന് അറിയില്ല. കുറ്റം പറയാനായിട്ടൊട്ട് നേരമില്ല, കണ്ടെത്താനോട്ട് ഒരു മടിയില്ല താനും. അത് നേരത്തെ പറഞ്ഞ പരോപദ്രവവും നമുക്ക് ആവശ്യമില്ലാത്തൊരു തലയിടാതിരിക്കുക, പറയാതിരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയിട്ട് പോവുക. അതിനുള്ള ഓപ്ഷൻ വരെ ഇതിനകത്തുണ്ടല്ലോ. എന്തെല്ലാം ഉണ്ട് ഇതിനകത്ത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടോ ഇപ്പോൾ? ഞാനിപ്പോഴും ഇവളുടെ സഹായത്തിൽ, ഇവക്കും അത്രയല്ല, ഇവക്കും അത്ര അറിയില്ലെങ്കിലും ഇവളുടെ സഹായത്തിലാണ് ഗൂഗിൾ പേ പോലും ചെയ്യുന്നത്. അതെ അല്ലേ? ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പണ്ടത്തെ ആ സിൽക്കി ഹെയർ ഒക്കെ ഇട്ട് പണ്ടത്തെ ഒരു ഫോട്ടോയാണ് ഞാൻ അതിന്റെ DP ആയിട്ട് കണ്ടത്. സിൽക്കൊക്കെ പോയി. സിൽക്ക് അത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ അതൊക്കെ ആ ഒരു ഫോട്ടോ ഒക്കെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്തത്, അപ്പൊ ഒട്ടും ആക്റ്റീവ് അല്ല. ഞാൻ ആക്റ്റീവ് അല്ല, മുടി പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത് എങ്ങനെ കെട്ടി വെച്ചേക്കാം കുറച്ച്. ആക്റ്റീവ് അല്ലാത്തതെന്ന് വെച്ചാല്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മോളോട് പറഞ്ഞ പോലെ, ഞാനൊരു പഴഞ്ചൻ എന്ന് പറയാൻ പറ്റില്ല. എന്നിലൊരു പഴമയുണ്ട്. ഞാൻ അത് കണ്ട് വളർന്നത് കൊണ്ടും അതിൻ്റെ മഹത്വം അറിയാവുന്നത് കൊണ്ടും. നമ്മൾ കറണ്ടില്ലാത്ത കാലത്ത് ജീവിച്ചിട്ടുണ്ട്, കറണ്ട് വന്നപ്പോൾ ജീവിച്ചിട്ടുണ്ട്, TV ഇല്ലാതെ മൊബൈൽ ഇല്ലാതെ ജീവിച്ചിട്ടാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അവസ്ഥ തുലനം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ഗുണവും ഇതിൻ്റെ ദോഷവും. ഇതിനും ഗുണമുണ്ട്, ആ ഗുണത്തിലേക്ക് ആരും പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ വേവലാതി. അപ്പോൾ കയ്യിലൊരു അണുബോംബ് കയ്യിൽ കൊച്ചു പിള്ളേർക്ക് വരെ കൊടുത്തു വെച്ച് ഏത് നിമിഷവും പൊട്ടാം, ഏത് നിമിഷവും കുത്തിച്ചാകാം, ഏത് നിമിഷവും കുത്തിക്കൊല്ലാം.
അതിനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നു അറിയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് ലിമിറ്റേഷൻ വെക്കേണ്ട അവനവന്റെ വീട്ടിൽ അവനവന്റെ രക്ഷകർത്താക്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വൈഫിന് കസിൻസ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച ഫോണും ഇഷ്ടമായി ഉണ്ട്. പുതിയത് 50,000 വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ് വരുന്നതിനും വരെ 12 വർഷം വരെ എൻ്റെ ഫോണാണ് ഈ വീട്ടിൽ നടുക്കിരിക്കും. അവർക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, എനിക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഒറ്റ ഫോണിലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. മോനും നിർദ്ദേശമുണ്ട്, ഫോൺ ആവശ്യമില്ലാതെ എടുക്കരുത്, തുടരുത്, വേണ്ട. എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവിടെ എന്തെങ്കിലും വേറെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, മോൻ ഇതിനകത്ത് ഓണാക്കി വെച്ച് കൊടുക്കും, കാണും. അവൻ്റെ പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഓണാക്കിയിട്ട് വെച്ചിട്ട് അവനെ എഴുതും. ഇത്രയേ ഉള്ളൂ. അത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എത്ര പേര് മൊബൈലിലൂടെ ട്രാപ്പിൽ പെട്ട് കൊച്ചു കുട്ടികൾ ട്രാപ്പിൽ പെട്ട് നശിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, സ്വയം ചാവുന്നു, കുത്തിക്കൊല്ലുന്നു. അച്ഛനും അമ്മയും കൊല്ലാനൊക്കെ ഇതിനകത്തല്ലേ പഠിക്കുന്നത്. നല്ലതുണ്ട്, ആര് പഠിക്കുന്നു. അപ്പം നമുക്ക് ലിമിറ്റ് വെക്കാമല്ലോ, ഒരു ലിമിറ്റേഷൻസ് വെക്കാമല്ലോ. അത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. റോഡിലോട്ടൊന്ന് ഇറങ്ങിക്കോ. സലിംകുമാർ പറഞ്ഞതിന് കുറേ വറക്കാനും ചട്ടിയിലിട്ട് ഓളാനൊക്കെ ഒരുപാടുണ്ട്. സ്ത്രീകളെല്ലാം പെണ്ണുങ്ങളെല്ലാം ഫോൺ എടുത്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ സലിംകുമാർ ചേട്ടൻ. നിങ്ങളൊന്ന് റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കുന്നേ. റോഡിൽ നടക്കുമ്പോൾ ഒരു മര്യാദ, നിങ്ങൾ മീഡിയ കാണുന്നതിലൊക്കെ അറിയാം. റോഡിൽ ഫോൺ വെച്ചുകൊണ്ടിരുന്ന് നടക്കുന്നു, ഒരു വണ്ടി, നിൽക്കുന്ന വണ്ടി, അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പെണ്ണ് ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്ന് നിന്ന വണ്ടിയുടെ പുറകിൽ വരുന്നു. ആ വണ്ടി പുറകോട്ട് എടുക്കുന്നു, വണ്ടിയുടെ ഇടയിൽ പോയി ചാകുന്നു. ഓടുന്ന വണ്ടിയെല്ലാം ഓർക്കണം. ഇതൊക്കെ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈല് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ചിലർ നമുക്ക് അടുത്തറിയുന്നതാണ്, ബ്ലൗസിൻ്റെ ഇടയിൽ വെക്കും, സൈലൻ്റ് ആക്കി. നല്ല ഇതാണല്ലോ, വൈബ്രേഷനൊക്കെ കൊണ്ട് നമ്മുടെ റേഡിയേഷനൊക്കെ കൊണ്ട് അതൊരു പരിവായിക്കോളും. അതിവിടെ വെക്കും, വീട്ടിലാരും അറിയില്ല. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മുടിയൊക്കെ അഴിച്ചിട്ട് ഇത് കൊടുത്തിട്ട് എന്തോ ഇത്ര ലോകകാര്യം പറയാനുള്ളത്. എന്തായിരിക്കും ആ മറുതലത്തിൽ? പിന്നെ ആണുങ്ങളുടെ കാര്യം നോക്കാനാണെങ്കിൽ ഒരേ സമയത്ത് ഒരു ചരടിയിൽ നിന്ന് 16 പട്ടം വിടുന്ന പോലെ 16 ദേശത്തു നിന്ന് ലൈൻ വലിക്കുന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ സ്പോട്ടിൽ പോയി നിന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരൻ നിരന്നിന് ചിരിക്കും. ഇത് അവളെ ഞാൻ ഒരുത്തനെ വിളിച്ചപ്പോൾ, ഞാനിത് പറയാം, നിങ്ങൾ കട്ട് ചെയ്തോ. ഒരുത്തനെ വിളിച്ചപ്പോഴേ എനിക്കിതൊക്കെ എങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റില്ല മോളെ. നമുക്ക് മിനിമം പറ്റുന്നത്, ഞാനൊരു കുടുംബനാഥനാണ്. എൻ്റെ ഭാര്യ എൻ്റെ ശിക്ഷണത്തിലോ എന്നെ ബഹുമാനിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ മോൻ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാം. ഇതെല്ലാവരും ചെയ്താൽ ലോകം നന്നാവും. അവനവൻ നന്നായി ലോകം നന്നാവും. പിന്നെ ഞാൻ നന്നാവുന്നു, എന്നെ നന്നാക്കുക, അതിന് എനിക്കൊരു ആയുസ് പോരാ. പിന്നെ എനിക്കൊരാളെ നന്നാക്കാൻ സമയമില്ല. അപ്പം നിങ്ങളും നന്നാകുന്നേ, നിങ്ങൾ അടുത്തന്നെ നന്നാക്കണ്ട. അപ്പൊ ഓരോരുത്തരും നന്നാകുമ്പോ ലോകം നന്നായില്ലേന്ന് ഞാൻ പറഞ്ഞത്. മോള് ഞാനല്ല ഉദാഹരണം പറഞ്ഞു. ഞാൻ ഇത് പറയുമ്പോ ഇതിനകത്ത് ഇതിനെ എതിർക്കുന്ന ആരെങ്കിലും, എതിർപ്പ് പറയാനായിട്ട് വെമ്പുന്ന ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചാൽ മതി. നമുക്ക് പറയാനുള്ള ഈ വോയിസ് ഉണ്ടോ, തിരുത്തപ്പെടേണ്ടത് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ ആലോചിച്ചാൽ അങ്ങോട്ടൊന്നും തിരുത്താൻ ഇല്ല നമുക്ക്. ആർക്കും ഇല്ല, ആരും കേമന്മാരല്ല. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റും? ചിലർക്ക് നേരത്തെ പറഞ്ഞത് ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ട ഉച്ച, മനസ്സിലായില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ ലോകമുണ്ടോ?